ശ്രീ ആർ വി ബാബു, ദേവസ്വത്തിൻ്റെ അന്യാധീനപ്പെട്ട ഭൂമിയെക്കുറിച്ച് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ശ്രീ രാജഗോപാലൻ നായർ അദ്ദേഹം ഒരു ഹ്രസ്വമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. നോക്കൂ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ആ നെയ്യിലെ തട്ടിപ്പിനെ കുറിച്ച് പോലും പരാമർശിക്കുകയുണ്ടായി. മാത്രമല്ല, വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആടിയ ശിഷ്ടം നെയ്യ് എവിടെ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ സമ്മതിച്ചു, അതായത് ദേവസ്വം ബോർഡിന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത്. യൂണിയൻ അവിടെയുണ്ട്, യൂണിയൻ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് അവധാനതയോടെ ചില കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. മോണിറ്ററിങ്ങിൻ്റെ കുറവുണ്ട്. മാത്രമല്ല, മുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ടതല്ലേ? അതിന് ആര് മുൻകൈ എടുക്കണം? ഒരു പ്രശ്നം, ഈ പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ള നിലയ്ക്കൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ക്ഷേത്രഭരണം കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ശ്രീ രാജഗോപാലൻ സാർ പറഞ്ഞ പോലെ അദ്ദേഹം ചരിത്രം പറഞ്ഞു, ക്ഷേത്രഭൂമി നഷ്ടപ്പെടാനുള്ള സാഹചര്യം പറഞ്ഞു, അദ്ദേഹം വിട്ടുപോയ ചില കാര്യങ്ങളും ഉണ്ട്. ദേവസ്വം പ്രൊക്ലമേഷൻ ഉണ്ടായി, ക്ഷേത്രഭൂമിയും ഈ പറയുന്ന അല്ലെങ്കിൽ ദേവസ്വം ഭൂമിയും പണ്ടാരവക ഭൂമിയും മിക്സപ്പായി പോയി. ഇതിൽ ദേവസ്വം ഭൂമി ഏതാ പണ്ടാരവക ഭൂമി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഒടുവിൽ രാമേന്ദ്ര റാവു കമ്മീഷനും ഒക്കെ വരികയും രാമേന്ദ്ര റാവു കമ്മീഷൻ്റെ നിയമനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിലൂടെയൊക്കെ ഈ നഷ്ടപ്പെട്ട ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ നിന്നും ഒരു നിശ്ചിത 3% പലിശ വെച്ച് നിശ്ചയിച്ച് ഒരു എമൗണ്ട് ദേവസ്വത്തിന് ആന്യൂറ്റി ആയിട്ട് കൊടുക്കണം എന്ന് നിശ്ചയിച്ചു. അത് ദേവസ്വം പ്രൊക്ലമേഷനായിട്ട് വന്നു. പിന്നീട് അത് കവനൻറ്റിൻ്റെ ഭാഗമായി. ഇതൊക്കെ ചരിത്രം. 950 ശേഷമുള്ള ചരിത്രത്തിന് ഉത്തരവാദി ആരാണ്? തീർച്ചയായിട്ടും ഇവിടെ ഭരിച്ച സർക്കാരുകളാണ്, ദേവസ്വം ബോർഡുകളാണ്. അതിൽ യാതൊരു സംശയമില്ലല്ലോ. 50 മുൻപുള്ള ചരിത്രം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ക്ഷേത്രഭൂമി ഈ പറഞ്ഞതുപോലെ കുട്ടിക്കൃഷ്ണമേനോൻ കമ്മീഷനൊക്കെ വളരെ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. 60 ലക്ഷം പറ നെല്ല് അളക്കാവുന്ന അത്രയും കൃഷിസ്ഥലം ക്ഷേത്രങ്ങൾക്കുണ്ടായിരുന്നു എന്ന് കുട്ടിക്കൃഷ്ണമേനോൻ പറഞ്ഞിട്ടുണ്ട്. സഞ്ചായം വക വരുമാനം, ഭണ്ഡാരം വക വരുമാനം, ഇങ്ങനെ ക്ഷേത്രങ്ങൾ സമ്പന്നമായിരുന്നു ആ കാലത്ത്. ആ ക്ഷേത്രങ്ങൾ ദാരിദ്ര്യാവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് രാമേന്ദ്ര റാവു കമ്മീഷനൊക്കെ നിയമിക്കപ്പെട്ടത്. കാരണം ഭൂമി ഏറ്റെടുക്കുകയും ഭൂമിയുടെ വരുമാനം ക്ഷേത്രങ്ങൾക്ക് ഇല്ലാതാവുകയും സർക്കാരിൻ്റെ ഭൂമിയായിട്ട് മാറുകയൊക്കെ ചെയ്തതോടുകൂടി ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നപ്പോഴാണ് രാമേന്ദ്ര റാവു കമ്മീഷനെയൊക്കെ നിയോഗിച്ചുകൊണ്ട് അതിന് പരിഹാരം എന്താണെന്ന് കണ്ടെത്താനൊക്കെയുള്ള പരിശ്രമങ്ങളുണ്ടായത്. അതൊക്കെ ചരിത്രം. ഞാൻ പറഞ്ഞത് 950 ശേഷമുള്ള നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ടതിന് ഒക്കെയുള്ള ഉത്തരവാദി ആരാണ്? അതിന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിയാണ്. ഈ നാട് ഭരിച്ച എല്ലാ സർക്കാരുകളും അതേപോലെ ദേവസ്വം ബോർഡുകളും ഒക്കെ ഉത്തരവാദികളാണ്. അടിസ്ഥാനപരമായി നമുക്ക് ഇപ്പോൾ മന്നം ശങ്കർ ദേവസ്വം ബോർഡുകളുടെ കാലം ഒഴിച്ചാൽ മിക്കവാറും ദേവസ്വം ബോർഡുകളൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റുകളാണ്. രാഷ്ട്രീയമായ ലാവണങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ലാവണങ്ങളായിട്ട് ദേവസ്വം ബോർഡുകൾ മാറുകയാണ്. അവിടെ 2 വർഷം 3 വർഷക്കാലത്തേക്കൊക്കെ നിയമിക്കപ്പെടുന്നത് ആരാണ്? അവരുടെ യോഗ്യത എന്താണ്? ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത എന്താണ്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ 1300ഓളം 1250-ലേറെ ക്ഷേത്രങ്ങളുടെ പ്രസിഡന്റാണ്. ഞാൻ ഈ 2020-21 ഓഡിറ്റ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുകയാണ്, 2019-20 735 കോടി രൂപയാണ് ദേവസ്വത്തിൻ്റെ വരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വരുമാനം 735 കോടി. 2020-21 ഈ കോവിഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് 385 കോടി രൂപയായിട്ട് കുറഞ്ഞു. 385. അപ്പോഴും സർപ്ലസ് ആണ്. 14 കോടി രൂപ സർപ്ലസ് ആണ്. ഏത് ഏറ്റവും കുറഞ്ഞ സമയത്ത് പോലും ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 14 കോടി രൂപയാണ്. 755 കോടി രൂപ വരുമാനമുള്ളപ്പോൾ 295 കോടി രൂപയാണ് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ള ദേവസ്വം ബോർഡിനെ ഭരിക്കാൻ വരുന്ന ആളുകൾ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന രാജഗോപാലൻ സാറിന് കഴിവില്ലാത്ത അങ്ങനെ ധരിക്കരുത്. ഈ ചർച്ചയിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. ഞാൻ പറയുന്നത് അവരുടെ യോഗ്യത എന്താണ്? യോഗ്യത എന്തായിരിക്കണം? ദേവസ്വം ബോർഡ് മെമ്പർമാരാവാനുള്ളവരുടെ യോഗ്യത എന്താണ്? യോഗ്യത എന്തായിരിക്കണം? അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ നമുക്ക്? പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റുകളല്ലേ പലപ്പോഴും വരുന്നത്. അവർ പാർട്ടിയുടെ സഹയാത്രികരോ പാർട്ടി ചുമതലയുണ്ടായിരുന്നവരോ പാർട്ടിയുടെ സെക്രട്ടറിമാരായിരുന്നവരോ ഒക്കെയാണ് ഈ പറയുന്ന സ്ഥാനത്തേക്ക് വരുന്നത്. അവർ ഭരണനിർവഹണ രംഗത്ത് ഇത്രയും കോടാനുകോടി രൂപയുടെ ദേവസ്വം ഭരണ സംവിധാനം നടത്തിക്കൊണ്ട് പോകുന്നതിന് പറ്റുന്ന ആളുകളെ ആണോ ഈ കാലം അത്രയും നിയോഗിച്ച്? ഞാൻ ഓരോരുത്തരെയായിട്ട് വിശകലനം ചെയ്യുന്നില്ല, അത് മര്യാദകേടാ. അങ്ങനെ ചെയ്യുന്നില്ല, വിലയിരുത്തിയാൽ മതി.
പ്രേക്ഷകർ വിലയിരുത്തട്ടെ, സഹ പാനലിസ്റ്റുകൾ വിലയിരുത്തിക്കോട്ടെ. അപ്പോൾ ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. ഭരണനിർവഹണ രംഗത്ത് ഉള്ള ഈ ലാപ്സസിൻ്റെ ഒക്കെ അടിസ്ഥാന പ്രശ്നം അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ ആ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ 2020-21 ഇത് പരിശോധിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, നിലയ്ക്കൽ എസ്റ്റേറ്റ് ഡിവിഷൻ ഉണ്ട്. നിലയ്ക്കൽ എസ്റ്റേറ്റ് ഡിവിഷൻ സത്യത്തിൽ നടത്തിക്കൊണ്ടു പോകുന്നത് നഷ്ടത്തിലാണ്. നിലയ്ക്കൽ എസ്റ്റേറ്റ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലാണ് ഓരോ വർഷവും. ആരാണ് അതിന് ഉത്തരവാദി? എന്താണ് അതിൻ്റെ ഈ ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്നതിന് പകരം എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ആണ് അവിടെ. അതായത് ഈ വരവിനേക്കാൾ കൂടുതൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിലയ്ക്കൽ എസ്റ്റേറ്റ് ഡിവിഷൻ ഇങ്ങനെ പോവുകയാണ്. ആരാണ് അതിന് ഉത്തരവാദി? ഇപ്പോൾ ഞാൻ ഓരോ വർഷത്തെയും ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ 2020-21 ഏറ്റവും അവസാനത്തെ ഓഡിറ്റ് റിപ്പോർട്ട്. 2024 ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ക്രമക്കേടുകളുടെ നീണ്ട പരമ്പരയാണതിൽ, നീണ്ട പരമ്പരയാണ്. ഇതപര്യന്തമുള്ള എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെയും സ്ഥിതിയായിരിക്കും. അല്ലമ്പേരെ നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഈ ഒരു ഭരണ സംവിധാനത്തെ, ദേവസ്വം ബോർഡ് ഭരണ സംവിധാനത്തെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഹൈക്കോടതിയിലെ ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. ദേവസ്വം ബെഞ്ച് നമ്മൾക്ക് പറയും, ലീഗലി അത് കറക്റ്റ് അല്ലെങ്കിലും ദേവസ്വം ബെഞ്ച് എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ തന്നെ വിളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം വളരെ കീനായിട്ട് ഇങ്ങനെ നോക്കുന്നു. എന്നിട്ടും നമ്മുടെ സ്വർണം കൊള്ളയടിക്കപ്പെടുന്നു, ക്ഷേത്രം അന്യാധീനപ്പെടുന്നു, ഭൂമി അന്യാധീനപ്പെടുന്നു, സർവമാന രംഗത്തും ഈ കൊള്ളയും കൊള്ളിവെപ്പും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയാണ് പിഴച്ചത്? എവിടെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള നിയമനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള ഈ ആധിപത്യം, ഇത് ദേവസ്വം ബോർഡിൻ്റെ ഭരണനിർവഹണത്തെ വളരെ വലിയ തോതിൽ തെറ്റായി സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഈ അധപ്പതനത്തിന് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, പ്രയാർ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ സംബഡി എൽസ് ആരെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ രാജഗോപാലൻ സാറും പ്രസിഡൻ്റായിരുന്ന സമയത്ത് എടുത്ത നടപടികൾ, ആ നടപടിയുടെ തുടർച്ചയാണോ പ്രശാന്ത് വരുമ്പോൾ? ഞാൻ പ്രശാന്ത് എന്നുള്ളത് അദ്ദേഹത്തിന് ശേഷം വന്ന ഒരാളെന്നുള്ള നിലയ്ക്കില്ല, ഒരാളുടെ പേര് പറഞ്ഞു. പ്രശാന്ത് വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അദ്ദേഹം വരുമ്പോൾ അതിന് തുടർച്ചയായിട്ടാണോ നടക്കുക? ഇത് പലപ്പോഴും അട്ടിമറിക്കപ്പെടുകയോ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നില്ല. മാത്രമല്ല, ഈ നടപടിക്രമങ്ങൾ പലതും രാഷ്ട്രീയ പ്രേരിതമാകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം. എങ്ങനെയാണ് ഭക്തജനങ്ങളെയും അതേപോലെ ഹൈന്ദവ സംഘടനകളെയും ഒക്കെ ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് ഇവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്താൽ ഇത് ഏറെക്കുറെ പരിഹരിക്കാൻ സാധിക്കും. അതിന് പകരം എന്താണ്? ഈ ഹൈന്ദവ സംഘടനകളെയൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കും. ഏറ്റവും ഒടുവിലായി അനിൽ നമ്പ്യാർ, ഞാൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തെ IMGയിൽ വെച്ച് പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തുന്ന 2-3 കാര്യങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞു, ഈ ഉപദേശക സമിതിയെ തെരഞ്ഞെടുക്കുന്ന ആളുകൾ, അവരെ 100 രൂപ മെമ്പർഷിപ്പ് എടുത്തിട്ട് ആണ് ചേരേണ്ടത്, അംഗങ്ങളാവേണ്ടത്. ആ അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് പൊതുയോഗം നടത്തിയിട്ട് ആ പൊതുയോഗത്തിൽ നിന്ന് ഉപദേശക സമിതിയെ തെരഞ്ഞെടുക്കേണ്ടത്. അനിൽ നമ്പ്യാരെ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടാത്ത തരത്തിലുള്ള വലിയ നിബന്ധനകളാണ് നമ്മുടെ ഉപദേശക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടത്. എന്താണെന്നറിയാമോ? ഈ 100 രൂപ മെമ്പർഷിപ്പ് എടുത്ത് അംഗങ്ങളാകുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, PC. ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും? പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് അക്ഷയയിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അക്ഷയയിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്, ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് 750-800 രൂപ മുടക്കണം. 900 വരെ മേടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു ഭക്തൻ ക്ഷേത്രത്തിലെ ഭരണനിർവഹണ രംഗത്തെ അല്ലെങ്കിൽ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ സഹായത്തിന് വേണ്ടി ഒരു ഉപദേശക സമിതിയെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു 900 രൂപ മുടക്കി, അയാൾക്ക് കേസില്ല, അയാൾ നല്ല മനുഷ്യനാണ്, പോലീസ് അങ്ങനെ കേസില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഉപദേശക സമിതിയെ തിരഞ്ഞെടുക്കാവുന്ന അംഗങ്ങളാവാൻ പറ്റൂ. ഉപദേശക സമിതി അംഗങ്ങളുടെ കാര്യം വേറെ. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്താണ്? ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് പരമാവധി ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റി നിർത്തുക, ഭക്തജന സംഘടനകളെയും ഉപദേശക സമിതിയെയും നിർജീവമാക്കുക. ഇനി രാജഗോപാലൻ സാറുള്ള സമയത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയോ, അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 2005 ഞാൻ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചതാണ്. 2005 ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നുള്ള നിയമമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിയമം അനുസരിച്ച് 10 രൂപയുടെ കോട്ടഫി സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള വിവരം സർക്കാർ
ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് തരാവുന്നതാണെങ്കിൽ, സെക്യൂരിറ്റി കൺസേൺ ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ തരണം. അങ്ങനെയുള്ള വിവരം തരാനായിട്ട് 10 രൂപയുടെ കോട്ടൺ ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചാൽ മതി. പക്ഷേ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മഹത്തായ ഒരു സ്ഥാപനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇന്ത്യ മഹാരാജ്യത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രം സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ സ്റ്റാമ്പ് ഒട്ടിച്ച് മാത്രമേ വിവരാവകാശം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇറങ്ങിയിട്ടുള്ള ഒരു സ്റ്റാമ്പ്, ആ സ്റ്റാമ്പ് ഒട്ടിച്ച് മാത്രമേ വിവരാവകാശത്തിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആ സ്റ്റാമ്പ് എവിടെ കിട്ടും എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന് ഒന്നാമത് ഇങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ തെറ്റ് പറയുന്നില്ല, അദ്ദേഹം ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം കണ്ണു വീഴ്ചയിരുന്നു എൻ്റെ മുമ്പിൽ. ഈ സിറ്ററൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണ് സാർ, അതാണ് സത്യം. ഈ അംഗമാകുന്നതിന് ഇത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ചോദിച്ചു, കണ്ണു മിഴിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു സാർ അങ്ങനെയാണ് സാർ, അതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിബന്ധനകൾ ദേവസ്വം ബോർഡുകൾ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ഭക്തന്മാരെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി, ഭക്തജന സംഘടനകളെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റി രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്നു. അവർക്ക് ക്ഷേത്രങ്ങളുടെ ഉന്നമനമോ ക്ഷേത്രങ്ങളുടെ ക്ഷേമമോ അല്ല ലക്ഷ്യം, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നടപ്പാക്കലാണ്. ഇപ്പം ഇവിടെ ശ്രീ രാജഗോപാലൻ സാർ ട്രേഡ് യൂണിയൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ അനുഭവം നേരെ തിരിച്ചാണ് കേട്ടോ. ട്രേഡ് യൂണിയനുകൾ റഫറണ്ടത്തിലൂടെ ഒരൊറ്റ യൂണിയൻ എന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡിൽ വന്നു എന്നുള്ളത് കൊണ്ട് ട്രേഡ് യൂണിയൻ്റെ ഹെജിമണി ഇല്ലാതായിട്ടില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സമയത്തൊക്കെ ഈ ട്രേഡ് യൂണിയൻ ഹെജിമണി ദേവസ്വം ബോർഡുകളിൽ വളരെ ശക്തമാണ്. സബ് ഗ്രൂപ്പ് ഓഫീസർമാർ, ഈ അതാത് എ സികളിൽ പ്രവർത്തിക്കുന്ന സബ് ഗ്രൂപ്പ് ഓഫീസർമാർ, എ സിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സബ് ഗ്രൂപ്പ് ഓഫീസർമാർ ഈ ട്രേഡ് യൂണിയനെ ഭയന്ന് അവരൊരക്ഷരം, ഒരു ഇല പോലും അനക്കുന്നില്ല. ഓരോ ക്ഷേത്രങ്ങളിലും അവിടെ നടക്കുന്ന അന്യായങ്ങൾ, അനീതികൾ ഓരോ ക്ഷേത്രങ്ങളെയും നോക്കുന്ന സമയത്ത് കൊള്ളയും കൊള്ളിവെപ്പിൻ്റെയും. ഞാനിവിടെ തൊട്ടടുത്ത് ഈ മൂകാംബി ക്ഷേത്രമാണ്. നിങ്ങൾക്കറിയാം, യുദ്ധമണ്ടത്തെ മൂകാംബി ക്ഷേത്രം, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എനിക്ക് തോന്നുന്നു ഒരേ ഒരു സരസ്വതി ക്ഷേത്രമാണ് പറവൂർ മൂകാംബി ക്ഷേത്രം. ഇത്തവണത്തെ ഉത്സവം ഉപദേശ സമിതി എല്ലാം നടത്തുന്നത് ബോർഡ്. ഇപ്പോൾ ഈ നാളെ കൊടിയേറ്റാണ്. കൊടിയേറ്റ് നാളെ എപ്പോഴാണെന്ന് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ ഈ ഒരു ട്രേഡ് യൂണിയനിസം അവർ കൈയടക്കിയിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടമല്ലാത്ത ഉപദേശ സമിതികൾ, ഇവിടെ പല രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാളാണ് ദേവസ്വം ബോർഡ് ഉപദേശ സമിതിയുടെ പ്രസിഡന്റ്, CPM കാരനായിട്ടുള്ള ഒരാളാണ് സെക്രട്ടറി. എല്ലാ രാഷ്ട്രീയക്കാരൊക്കെ ഉള്ള ഉപദേശ സമിതി. പക്ഷെ അവർക്ക് ഉത്സവം നടത്താനുള്ള അനുവാദമില്ല. ഞാനിത് പറയുന്നത് ഒരു ഉദാഹരണമാണ്. ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാ? രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായ ആ അന്ധതയിൽ നിന്ന്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പിടിവള്ളിയിൽ നിന്ന് ക്ഷേത്രങ്ങളെ, ദേവസ്വം ബോർഡിനെ മോചിപ്പിച്ചുകൊണ്ട് വളരെ ടഫായിട്ട് പ്രവർത്തിക്കുന്ന, വളരെ കർശനമായ രീതിയിൽ ഭരണനിർവഹണ ശേഷിയുള്ള, കാര്യപ്രാപ്തിയുള്ള, ഓണസ്റ്റായ, ഇൻ്റഗ്രിറ്റിയുള്ള ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരികയും ഭക്തരായ ആളുകൾ, ക്ഷേത്രത്തോട് അങ്ങേയറ്റം പ്രതിബദ്ധതയുള്ള ആളുകൾ, രാഷ്ട്രീയത്തോടും അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളോടും അതിനേക്കാൾ ഉപരി ക്ഷേത്രത്തോട്, ദേവസ്വം ബോർഡിനോട് ഒക്കെ പ്രതിബദ്ധതയുള്ള, ഇൻ്റഗ്രിറ്റിയുള്ള, ഓണസ്റ്റായ ആളുകൾ അതിൻ്റെ മേൽത്തട്ടിലേക്ക് വന്നുകൊണ്ട് ടഫായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറായാൽ മാത്രമേ ഈ ക്ഷേത്രങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ. അനിൽ നമ്പ്യാർ, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഭീഷണിയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അനുദിനം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ കാലാവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.